ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റുമായിട്ടാണ്. സാധാരണ വ്ളോഗല്ല. അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റ് മൾട്ടിമീഡിയ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സിനിമ ഇഷ്ടപ്പെടുന്ന ഈ വിദ്യാർത്ഥികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അതായത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടെലിവിഷൻ പ്രോഗ്രാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഇപ്പോൾ സിനിമയുടെയൊക്കെ റിട്ടൺ ഫോമിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിനിമ ആയിക്കോട്ടെ പ്രോഗ്രാം ആയിക്കോട്ടെ എല്ലാം ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് റൈറ്ററാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് പറഞ്ഞു വരാം, അതിൻ്റെ ഡീറ്റെയിലേക്ക് വരാം. ഇപ്പോൾ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, എങ്ങനെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ ഫോം ഓഫ് ഫിലിമാണ്. ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. സാധാരണ അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ഫൗണ്ടേഷനാണ് സിനിമയുടെ. സാധാരണ വീട് പണിയുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള വീട് നമുക്ക് പണിയാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല സിനിമകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, നല്ല സിനിമ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമയുടെ ഫൗണ്ടേഷനായിട്ട് നമുക്ക് പറയാം. ക്യാരക്ടറിൻ്റെ ഇമോഷൻ, ആക്ഷൻ, ഡയലോഗ്, ലൊക്കേഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിനെ നമുക്ക് സിനിമയുടെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ സിനിമയുടെ ഫൗണ്ടേഷനാണ്, ബ്ലൂ പ്രിൻ്റാണ്, റിട്ടൺ ഫോം ഓഫ് ദ ഫിലിമാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് സ്ക്രിപ്റ്റിനെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ പോയി എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹമാണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ മനസ്സിൽ വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു നോവൽ വായിക്കുന്ന സമയത്താണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ക്യാൻ ബി ഒറിജിനൽ വർക്ക് ഓർ അഡാപ്റ്റേഷൻ ഫ്രം ദൻ എക്സിസ്റ്റിംഗ് പീസസ് ഓഫ് ദ റൈറ്റിംഗ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താണ്, ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വന്നിട്ട് അത് സ്ക്രിപ്റ്റായി ഡെവലപ്പ് ചെയ്ത, അല്ലെങ്കിൽ ഏതെങ്കിലും നോവൽ വായിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഷോർട്ട് സ്റ്റോറീസോ കഥകളൊക്കെ വായിക്കുന്ന സമയത്ത് അത് സിനിമയായി സ്ക്രീനിൽ കണ്ടാൽ കൊള്ളാം എന്നൊരു സ്ക്രിപ്റ്റ് റൈറ്ററിന് തോന്നുമ്പോഴാവാം സ്ക്രിപ്റ്റ് ജനിക്കുന്നത്. ഇപ്പോൾ ചെമ്മീൻ, ഈ അടുത്ത് വന്ന ആടുജീവിതം, മതിലുകൾ, ബാല്യകാലസഖി, ഒരുപാടുണ്ട്. നോവലിനെയൊക്കെ ബേസ് ചെയ്തിട്ട്, ഷോർട്ട് സ്റ്റോറികളെയൊക്കെ ബേസ് ചെയ്തിട്ട് സിനിമ വന്നത്. നീലവെളിച്ചം, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളെയൊക്കെ ഒന്ന് മനസ്സിൽ വരിക, അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ ഏതൊക്കെയാണ് നോവലിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ഹിസ്റ്റോറിക്കലായിട്ട്, ഇപ്പോൾ പഴശ്ശിരാജ തുടങ്ങിയ ഉറുമി തുടങ്ങിയ കുറേ സിനിമകൾ, ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറേ സിനിമകളുണ്ട്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ബേസുള്ള സിനിമകൾ, കാലാപാനി, ഒരുപാട് സിനിമകളുണ്ടാവും. പത്രം ചിലപ്പോൾ എന്തെങ്കിലും കഥകൾ, കിട്ടക്കഥകളാവാം, കീട്ടുകഥകളാകാം, പഴങ്കഥകളാകാം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണിയൊക്കെ പോലെയുള്ള കഥകൾ, അങ്ങനെയുള്ള കഥകളെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പത്രവാർത്തകൾ, റിയാലിറ്റി, അടുത്ത് നടന്ന സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ ടേക്ക് ഓഫ് എന്നുള്ള സിനിമ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. വൈറസ് അല്ലേ, നമ്മുടെ നിപ്പ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു സിസ്റ്റർ ലിനിയുടെ കഥയൊക്കെ നമ്മളെപ്പോഴും ജീവിതമൊക്കെ നമ്മൾ വായിച്ച് അറിഞ്ഞതുവരെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് വൈറസ് എന്ന് പറയുന്ന മൂവി വന്നത്. അപ്പോൾ റിയൽ ലൈഫും റിയാലിറ്റിയാണ്. അങ്ങനെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു സിനിമയായാൽ കൊള്ളാം, അത് ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്ന് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് തോന്നുമ്പോൾ അതും ഒരു സിനിമയാണ്. ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പം കൂട്ടുകാരോട് നമ്മൾ സംസാരിക്കുമ്പോഴാകാം. അങ്ങനെ നമുക്ക് ഐഡിയ, സിനിമയ്ക്കുള്ള ഇത് ഐഡിയ ജനറേഷൻ പ്രോസസ്സാണ്. ഇത്തരം വായനകളാകാം, സംഭാഷണങ്ങളാവാം, ഇതിൽ നിന്നല്ലേ പഴങ്കഥകളാകാം, പുരാണങ്ങളാവാം, ഇതിൽ നിന്നൊക്കെ സിനിമയ്ക്കുള്ള കോൺസെപ്റ്റ് ലഭിക്കും. ആ കോൺസെപ്റ്റിനെ ചെറിയൊരു പാരഗ്രാഫായിട്ട് അതിൻ്റെ മേജർ ഇവൻറ്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ചെറിയൊരു ബ്രീഫ് പാരഗ്രാഫായിട്ട് അതിനെ എഴുതുന്നതിനെയാണ്, ഡിസ്ക്രിപ്ഷൻ ആക്കി മാറ്റുന്നതിനെയാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. സിനോപ്സിസിൻ്റെ ഡീറ്റെയിൽ രൂപമായിരിക്കും
ഒരു ബ്രീഫ് പാരഗ്രാഫാക്കി പിന്നീട് അതിനെ കുറച്ച് ഇലാബറേറ്റ് ചെയ്തു. ക്യാരക്ടറാണ്, അതൊരു കഥാരൂപത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളതിനെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കോൺസെപ്റ്റ് കിട്ടി അതിനൊരു ബ്രീഫ് പാരഗ്രാഫാക്കി അതിനുശേഷമാണ് നമ്മളെന്താണ് ഡീറ്റെയിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. ചില ആളുകൾ ഇൻ ബിറ്റ്വീൻ 1 ലൈൻ എഴുതാറുണ്ട്. അതായത് സീൻ ബൈ സീനായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഡിസ്ക്രിപ്ഷനായി എഴുതി പോകാറുണ്ട്. ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്റ്റേജസ് എന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വളരെ ബ്രീഫായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ക്ലാസ്സാണ്, ഡീറ്റെയിൽസാണ്. ഒരു സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോമാറ്റിൽ സീൻ എഴുതുന്നു, സീനിൽ ഏത് ലൊക്കേഷനാണ് ഏത് സമയമാണെന്നുള്ള ഡീറ്റെയിൽ കൊടുക്കും. ഇൻറ്റീരിയറിലാണോ എക്സ്റ്റീരിയറിലാണോ സിനിമ സംഭവിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ആക്ഷനിൽ ക്യാരക്ടറിൻ്റെ ആക്ഷൻ, ഇമോഷൻ, സ്ക്രീനിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ദെൻ ഡയലോഗ്, ക്യാരക്ടർ എന്താണ് പറയുന്നത്, സ്ക്രീനിൽ നിന്ന് നമ്മൾക്ക് എന്താണ് കേൾക്കാൻ പറ്റുന്നത്, ക്യാരക്ടർ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് ഒരു പർട്ടിക്കുലർ സീനിൽ ഇൻവോൾവ് ആകുന്നതെന്നുള്ളത്. ദെൻ ട്രാൻസിഷൻ, ഒരു സ്ക്രീനിൽ എങ്ങനെയാണ് അടുത്തയിലേക്ക് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആ ഫോമാറ്റ് ആൻഡ് സ്റ്റൈലിൽ കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കുറച്ച് ഫാനിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇത് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ടേക്ക് കെയർ, സീ യു.